نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ പുതുതലമുറ ഇന്ന് വളരെ അധികം മോശപ്പെട്ട ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ആഭാസകരമായ ഇസ്ലാമികമായ സംസ്കാരങ്ങളിൽ നിന്നും വേഷവിധാനങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ഒക്കെ ഏറെ വിദൂരമായ അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾക്കും മുതിർന്നവർക്കുമൊക്കെ കുട്ടികളെ തിരുത്തുവാനോ അല്ലെങ്കിൽ ഉപദേശിക്കുവാനോ ഉള്ള അവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയ രീതിയിലാണുള്ളത്. മുതിർന്നവരുടെ വാക്കുകൾക്ക് വിലയില്ല. ഞങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ ജീവിക്കും. അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് ദഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഏത് കോലത്തിലും ഏത് രൂപത്തിലും പണ്ടൊക്കെ നമ്മൾ വളരെ മോശമായി കണ്ടിരുന്ന കാര്യങ്ങൾ വളരെ വൃത്തിഹീനമായി ആളുകൾക്ക് മുമ്പിൽ ആളുകൾ അറിയാനോ പറയാനോ വെറുത്തിരുന്ന, നാണക്കേടായി കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് അഭിമാനമാണ്. പണ്ട് അപമാനമായത് ഇന്ന് അഭിമാനം. ഞാനൊരു സ്വർഗരതിക്കാരനാണ്, എനിക്ക് സ്ത്രീകളെ താല്പര്യമില്ല, സ്വർഗരതിക്കാരിയാണ്, എനിക്ക് പുരുഷന്മാരെ താല്പര്യമില്ല എന്നുള്ളത് അഭിമാനത്തോടെ പറയും. അത് പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്ന ചാനലുകളിൽ അഭിമുഖം കൊടുക്കപ്പെടുന്നു. സ്വർഗരതി അഭിമാനമാണ് ഇന്ന്. അതേപോലെ തന്നെ വ്യഭിചാരം അഭിമാനമാണ്. ഞങ്ങൾ ലിവിങ് ടുഗദറിലാണ്, കല്യാണം കഴിക്കാതെയാണ് ജീവിക്കുന്നത്. എത്രയാണോ താല്പര്യമുള്ള കാലഘട്ടം അത്ര ജീവിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണി നോക്കി പോകാം. അത് അഭിമാനമാകുന്നു. അവരാണ് ഇന്ന് സംസ്കാരത്തിൻ്റെ ആൾക്കാർ. അതേപോലെ തന്നെ ഇന്ന് ഡേറ്റിങ്ങുകളാണ്, അഥവാ ഒരുപാട് ആപ്ലിക്കേഷനുകൾ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ, ഇഷ്ടപ്പെട്ട പുരുഷനെ തിരഞ്ഞെടുക്കുന്നു. അവരുടെ കൂടെ ഒരു രാത്രിയോ 2 രാത്രിയോ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു ടൂറ് പോക്കോ, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഏത് നാട്ടിൽ നിന്നാണോ, ഏത് ജില്ലയിൽ നിന്നാണോ, ഏത് സ്വഭാവത്തിലും ഏത് കളറിലുമുള്ള ആളുകളെയും തെരഞ്ഞെടുത്ത് എന്നിട്ട് എത്ര കാലമോ 2 or 3 ദിവസമൊക്കെ കൂടെ ജീവിച്ച് ഹോട്ടലുകളിലും അതേപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ജീവിച്ച്
എല്ലാം ഏവർക്കും എല്ലാം പണയപ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകളാണ് സംസ്കാരത്തിന്റെ ആൾക്കാർ. അവരാണ് വിദ്യാഭ്യാസമുള്ളവർ, അവരാണ് ലോകം തിരിച്ചറിഞ്ഞ ആൾക്കാർ. അല്ലാത്തവരൊക്കെ പഴഞ്ചനാണ്. ഇന്നലെ വരെ മോശമായിരുന്ന കാര്യങ്ങൾ ഇന്ന് വളരെയധികം ആധുനികതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഐക്കണുകളായി അറിയപ്പെടുന്ന അവസ്ഥ നിങ്ങൾ നോക്കണം സഹോദരന്മാർ. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് അനിവാര്യമാണ്. സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ അവർ പഠനത്തിന്റെ ആവശ്യമായിട്ടും അല്ലാതെയും അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളാകട്ടെ മൊബൈൽ നെറ്റ് സംവിധാനങ്ങളാകട്ടെ എല്ലാ മേഖലകളിൽ നിന്നും കേൾക്കുന്നതും അറിയുന്നതും അവർ ആസ്വദിക്കുന്നതും ഇതാണ്. വല്ലാത്തൊരു പരീക്ഷണത്തിലൂടെയാണ് സഹോദരന്മാരെ നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മക്കളെ ഒരിക്കലും നമുക്ക് കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും അവരെ മറ്റെന്തെങ്കിലും നിലക്ക് അവരെ ബലപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയിട്ടോ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ദീനും പടച്ച റബ്ബിന്റെ മുറാഖബത്തും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ. അള്ളാഹിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് ഓർമ്മ വേണം. നമ്മുടെ ആൺകുട്ടിക്ക്, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ യുവതികൾക്ക് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ചോദ്യവും പടച്ചറപ്പിന്റെ ലിഖാവും പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നതും മക്കൾക്ക് നമുക്ക് മനസ്സിലേക്ക് വരികയില്ലാതെ ഇതിനൊരു പരിഹാരമില്ല. നോക്ക് നിങ്ങൾ, പ്രേമവും അതേപോലെ തന്നെ ആണും പെണ്ണും കൂടിക്കലരിലും ഒരു പ്രശ്നമല്ലാത്ത അവസ്ഥ വന്നു. പ്രേമമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മോശമാണ്. അവരാരെയും പ്രേമിക്കണില്ല, ആരെയും കൂടെ നടക്കണില്ല. അന്യപുരുഷനായിട്ട് ബന്ധമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, അന്യപുരുഷനായിട്ട് അന്യ സ്ത്രീയായിട്ട് വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങളും കളികളും ടച്ചിങ്ങളും ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഇവനെന്തോ ഒരു മാനസിക തകരാറുള്ള കുട്ടിയാണെന്ന് മറ്റുള്ള കുട്ടികൾ വിധി എഴുതുന്നു. അധ്യാപകന്മാർ വിധി എഴുതുന്നു, ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. കാരണം ഈ പെൺകുട്ടികളുമായി മാത്രമേ ഈ കാലഘട്ടത്തിലും ബന്ധം സ്ഥാപിക്കുന്നുള്ളൂ. കളികളും അവരുടെ രസങ്ങളും തമാശ പറച്ചിലൊക്കെ പെൺകുട്ടിയോട് മാത്രം, ഇപ്പം ആൺകുട്ടിയോട് മാത്രമേ ഇവനുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് എന്തോ മാനസിക തകരാറുണ്ട്, ഒറ്റപ്പെടുത്തുകയാണ്. ഇതിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു കാലഘട്ടം. ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പരീക്ഷണം നമ്മുടെ മക്കൾക്കും നമുക്കും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് വിലയില്ല, കൂട്ടുകാരികൾക്കാണ് വില. ഖിയാമത്ത് നാളിന്റെ അടയാളമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മാതാപിതാക്കൾക്ക് വില ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് ആയിരിക്കും കൂടുതൽ വില. റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും മുന്തിയ പരിഗണന ഉണ്ടാകും. വീട്ടിൽ വളർത്തുന്ന ഒരു നാക്കാലിയുടെ വില പോലും മാതാപിതാക്കൾക്ക് ഇല്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. വസ്ത്രധാരണ രംഗത്താണെങ്കിൽ പറയണ്ട, വളരെ മോശമായിരിക്കുന്നു. പലപ്പോഴും പല മുസ്ലിം പെൺകുട്ടികൾക്കും അള്ളാന്റെ റഹ്മത്ത് കിട്ടിയവരൊഴികെ മാറുമറക്കുക എന്നുള്ള സ്വഭാവം തീരെ ഇല്ലാതെയായി. അവിടെ മാറിന്റെ എത്രയാണോ അത് തുഴച്ചു നിൽക്കുന്നത് അതെല്ലാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ആണുങ്ങൾ ആകർഷിക്കുന്ന രീതിയിൽ, വളരെ മോശമായ രീതിയിൽ, അത് കല്യാണത്തിനാകട്ടെ സ്കൂളുകളിലേക്കാകട്ടെ, എത്രയൊക്കെ തന്റെ ശരീരവും തന്റെ മാംസളമായ ഭാഗങ്ങളും മറ്റുള്ളവർക്ക് ആകർഷിക്കാനും കൊത്തിവലിക്കാനും ഇട്ടുകൊടുക്കണോ, ഇങ്ങനെ കഴുകക്കണ്ണുള്ള കാമക്കണ്ണുള്ള ആളുകൾക്ക് എല്ലാം ആസ്വദിക്കാൻ വേണ്ടി കൊടുക്കുന്ന, അതിൽ നമ്മുടെ ഭാര്യമാരുണ്ടോ, നമ്മുടെ മക്കളുണ്ടോ, പേരക്കുട്ടികളുണ്ടോ, കൊച്ചുമക്കളുണ്ടോ, നമ്മൾ ആലോചിക്കണം. പറഞ്ഞു പോകാൻ എളുപ്പമാണ്. നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ ഇറച്ചി മറ്റുള്ളവർ ആസ്വദിക്കുന്ന രീതിയിലാണോ അവർ പുറത്തിറങ്ങുന്നത്? നമ്മൾ ജാഹിലിയ അറബികളെക്കാൾ മോശപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടമില്ലാത്തവർ. വ്യക്തമായ ഹദീസുകൾ പഠിപ്പിച്ച കാര്യമാണ്. ആളുകളെ മാക്സിമം ആകർഷിപ്പിക്കുകയും അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ മനസ്സിന്റെ വികാരങ്ങളെ എങ്ങനെയൊക്കെ അവരുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ് കോഡും ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും നമ്മുടെ നാടുകളിലടക്കം നമ്മുടെ ജില്ലയിലടക്കം കോടിക്കണക്കിന് രൂപയുടെ സൗന്ദര്യവർദ്ധന വസ്തുക്കളാണ് ഈ ഒരു കാലയളവിൽ പണ്ടൊന്നുമില്ലാത്ത, പണ്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ കണ്ടിരുന്ന സംഗതികൾ ഇന്ന് എല്ലായിടത്തും സാധാരണയായി മാറിക്കഴിഞ്ഞു. സ്കൂളുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും
അതേപോലെ തന്നെ അങ്ങാടികളേക്ക് ഇറങ്ങുമ്പോൾ ഇതുമായിട്ടാണ് കുട്ടികൾ നടക്കുന്നത്. ഇല്ലാ മൻ റഹ്മല്ലാഹ്, അള്ളാന്റെ റഹ്മത്ത് കിട്ടിയ ആളുകൾ ഒഴികെ നമസ്കാരത്തിന്റെയോ ദീനിന്റെയോ ഖുർആൻ പാരായണത്തിന്റെയോ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. നമ്മൾ പിന്നാലെ കൂടണം. ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് സഹോദരന്മാരെ പരിഹാരം? മക്കൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കല്ലാത്ത ഒരു പരിഹാരമില്ല. ഇത് കേവലം പറഞ്ഞു പോയിട്ട് കാര്യമില്ല സഹോദരന്മാരെ. എത്രത്തോളം നമ്മുടെ ഭൗതിക പഠനത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തോ, നമ്മുടെ മക്കളുടെ ഭൗതിക പഠനം എത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, എത്ര ലക്ഷങ്ങൾ ചെലവാക്കി. എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്, എത്ര ലക്ഷങ്ങൾ നമ്മുടെ മക്കളുടെ ഭൗതിക പഠനത്തിന് ചെലവാക്കി നിങ്ങൾ? എത്ര ലക്ഷങ്ങൾ? അവരെ വലിയ വലിയ കോഴ്സുകൾക്കും അതേപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും അതേപോലെ തന്നെ അവർ MBBS-നും പോകാൻ, മറ്റുള്ള IT മേഖലകളിൽ അവർക്ക് വലിയ ജോലി കിട്ടാൻ ഒക്കെ ചെലവാക്കണം. പക്ഷെ മതത്തിന് എത്ര ചെലവാക്കി? എത്ര ആയിരങ്ങൾ ചെലവാക്കി മതം പഠിപ്പിക്കുന്നതിന്? നിങ്ങൾ ചോദിച്ചു നോക്കൂ, എത്ര ഗൗരവം നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഞാൻ എന്നോട് ചോദിക്കട്ടെ. നമ്മൾ മക്കളുടെ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ, മക്കളുടെ ദീനിന്റെ വിഷയത്തിൽ ഗ്യാരണ്ടി ഇല്ല, അവരുടെ ചാരിത്രത്തിന്റെ വിഷയത്തിൽ ഗ്യാരണ്ടി ഇല്ല. എന്നാൽ അതൊന്നും പ്രശ്നമില്ല. മക്കൾ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, വലിയ ആളാകണം. അതുകൊണ്ട് ഏത് നാട്ടിലും പെടും. ഒരു സേഫ്റ്റിയും ഇല്ലാത്ത ഏത് നാട്ടിലും പെൺകുട്ടികളെ ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത് വിടാൻ തയ്യാറാണ്. ഒരു സേഫ്റ്റി ഇല്ല. ദീന് പിന്നെ നഷ്ടപ്പെടുമെന്നുള്ള ചിത്രം തന്നെ ഇല്ല. നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, ദീനിയായ ജീവിതം ഒന്നും പ്രശ്നമില്ല. കുട്ടി ഇന്നതാവണം. ഇല്ലേ? മുസ്ലിം സമുദായത്തിന്റെ ഇല്ലാമൻ റഹിമല്ലാഹ് ഇല്ലേ അവസ്ഥ? അതല്ലേ? വല്ലാത്തൊരവസ്ഥയാണ് സഹോദരന്മാർ. ഈ കോലത്തിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബിയിലൂടെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ മക്കളിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഇണതുണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ ജാഗ്രത പാലിച്ചോ. എങ്ങനെയാ ശത്രുവാകല്? ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ ശത്രുക്കളാവും. നമ്മുടെ നരകക്കുഴി അവരുണ്ടാക്കും. ദുനിയാവിലെ നരകക്കുഴിയും അവരുണ്ടാക്കും, ആഖിറത്തിലെ നരകക്കുഴിയും അവരുണ്ടാക്കും. വല്ലാത്ത പരീക്ഷണമാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും വല്ലാഹു ഫിത്നത്തുൻ വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. പരീക്ഷണമാണ് സമ്പത്തും അതേപോലെ തന്നെ മക്കളും. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളാകും ഇണകളും തുണകളും മക്കളും. വല്ലാത്തൊരു വർത്തമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ ശത്രുക്കൾ, നമുക്ക് നരകം വാങ്ങിത്തരുന്നവർ, നരകക്കുഴിയിൽ നിന്നും കരകയറണം നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിലേക്ക് തന്നെ നമ്മളെ ചവിട്ടിത്താഴ്ത്തുന്ന നമ്മുടെ മക്കളുണ്ടാകും. അവരതിനേക്കാൾ വലിയ നരകക്കുഴിയിലായിരിക്കും. ദുനിയാവിലും ആഖിറത്തിലും നരകം വാങ്ങുന്ന മക്കളെ കൊണ്ട് നരകം വാങ്ങുന്നവർ. അല്ലേ? എന്താണ് കാരണം സഹോദരന്മാര്? 2 കാരണമാണ്. ഒന്ന് മതപഠനം, മതം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെ. രണ്ടാമത്തെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എത്രയാണ് സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ അർത്ഥം പറഞ്ഞു നിങ്ങൾ വായിച്ചു നോക്കൂ. സർവ്വ അമ്പിയാക്കന്മാരും സർവ്വ പ്രവാചകന്മാരും സർവ്വ ഔലിയാക്കന്മാരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എത്രയാണ് പ്രാർത്ഥിച്ചത്? ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവർക്കും അല്ലാഹു ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം അല്ലാഹു ചോദിക്കും. മക്കളുടെ ഉത്തരവാദിത്തമാണ്, മക്കളുടെ മതപഠനം ഉത്തരവാദിത്തമാണ്. മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക, നരകത്തിൽ നിന്നും കയറ്റുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. ബാക്കി നിങ്ങളുടെ മനസ്സിൽ വന്നു ആയത്ത്. കാരണം എല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ട ആയത്താണ്. നരകത്തിന് നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും ഇണതുണകളെയും നിങ്ങൾ കയറ്റുന്നത് രക്ഷപ്പെടുത്തണം എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് നരകത്തിന്റെ വിശേഷണം അല്ലാഹു പറഞ്ഞു, നരകത്തിൽ കത്തിക്കപ്പെടുന്ന മനുഷ്യരാണ്, കരിങ്കല്ലുകളാണ്, പാറകളാണ്. അതിന്റെ കാവൽക്കാർ കഠിന കഠോരന്മാരാണ്. അല്ലാഹു പറഞ്ഞത് അവർ മുഴുവനായി തന്നെ കേൾക്കുന്നു. കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കൾക്ക് മതപരമായ തർബിയത്ത് കേവലം കൊടുക്കലല്ല, സീരിയസ് ആയി കൊടുക്കണം. നമ്മളുണ്ടല്ലോ ഭൗതിക പഠനം കൊടുക്കണേ, അതേപോലെ കൊടുക്കണം. മതപരമായുള്ള തർബിയത്ത് മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണ്. പണ്ഡിതന്മാരെ പറഞ്ഞു, ഫമൻ അഹ്മല തഅലീമ വലദിഹി മാ യൻഫഉഹു. ഒരു കുട്ടിക്ക് മതപരമായി ഉപകാരം കിട്ടുന്ന കാര്യം അത് കൃത്യമായി സീരിയസ് ആയി പഠിപ്പിക്കാതിരുന്നാൽ വതറകഹു സദ്ദൻ ഫഖദ അസാ ഗായത്തുൽ ഇസാഅ. അങ്ങേ അറ്റത്തെ ഗുരുതരമായ വീഴ്ചയാണ് മാതാപിതാക്കൾ നടത്തിയിട്ടുള്ളത്.
മക്കളെ തീറ്റിപ്പോറ്റുന്ന മാത്രം പോരാ, മക്കൾക്ക് മതം കൊടുക്കണം. ദുനിയാവ് കൊടുത്താൽ മാത്രം പോരാ, ഗുരുതരമായ വീഴ്ചയാണ്. മാതാപിതാക്കളിൽ അധിക പേരും അങ്ങേയറ്റം മക്കൾക്ക് ദീന് കൊടുക്കുന്ന വിഷയത്തിൽ അശ്രദ്ധനായത് കൊണ്ടാണ് മക്കൾ ഇത്രയധികം തെറ്റിപ്പോകാൻ കാരണം. അതുകൊണ്ട് ഗുരുതരമായ വൻഭാവമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ് അല്ലാഹു പറഞ്ഞത്? നിങ്ങളോട് ചോദിക്കും ഉത്തരവാദിത്വം. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് മക്കൾക്ക് മതം കൊടുക്കുക എന്നുള്ളത്. അതിനുള്ള സംവിധാനമാണ് സഹോദരന്മാരെ മദ്രസ. അതിനുള്ള ഒരു സംവിധാനമാണ് മദ്രസ. മദ്രസ വിട്ടുകൊണ്ട് എല്ലാം ആയിക്കൊള്ളുന്നില്ല. ഒരു സംവിധാനമാണ് മദ്രസ. സഹോദരന്മാരെ, നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഒരു സംവിധാനത്തിലൂടെ മദ്രസ എന്നുള്ളത് എന്താണ് സഹോദരന്മാരെ? നമ്മുടെ ഒരു നാട്ടിൽ ഒരു മദ്രസയുണ്ട് എന്നുള്ളത് നാടിന്റെ ഒരു മുസ്ലിമായ നാടിന്റെ ശാഖയുടെ മണ്ഡലത്തിന്റെ സംസ്കാരമാണ് മദ്രസ എന്നുള്ളത്. നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്, വെളിച്ചമാണ്. ഒരു നാട്ടിൽ ഒരു ശാഖയിൽ മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ നാടിന്റെ സംസ്കാരം, ഒരു മുസ്ലിമായ നാടിന്റെ സംസ്കാരമാണ്, വെളിച്ചമാണത്. പക്ഷേ ഈ മദ്രസ എന്ന സംവിധാനം നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ, നമ്മളൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതുണ്ടായിരുന്നു. ഉസ്താദുമാരുണ്ടായിരുന്നു, മൗലവിമാരുണ്ടായിരുന്നു, മദ്രസ ഉണ്ടായിരുന്നു, അതിന് നിലയും വിലയും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് ഒരുപാട് പഠിച്ചു. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സൊക്കെ മദ്രസ പഠിച്ചു. ദീനിന്റെ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചു. അത് തൗഫീഖ് കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഇന്ന് നമ്മുടെ മക്കളുടെ മദ്രസയുടെ കാര്യം എന്താണ് സഹോദരന്മാരെ? ദുനിയാവിന്റെ വിഷയം പഠിപ്പിക്കാൻ നമ്മൾ ഏറെ മുമ്പിലാണ്. അറ്റം കാണാത്ത, ആഴം കാണാത്ത പരലോകത്തിന്റെ വിഭവമായ മദ്രസ പഠനം, ദീനീ പഠനത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? ഡെയിലി മദ്രസയിൽ രാവിലെ നമ്മളെ കുട്ടി പോകുന്നുണ്ടോ? അതൊരു സംസ്കാരമാണ്. രാവിലെ നേരത്തെ എണീറ്റ് എന്നിട്ട് സുബഹി നമസ്കരിച്ച് എന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്ത് മദ്രസയിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് ഒരു മുസ്ലിം നാടിന്റെ സംസ്കാരമാണ്. അത് കേവലം വീക്കെൻഡ് മദ്രസകളായി ഞായറാഴ്ച മാത്രം, അല്ലെങ്കിൽ ശനി ഞായറും, അതൊരു കല്യാണം അത് മുടങ്ങി. എല്ലാ ദിവസവും രാവിലെ മദ്രസയിലേക്ക് വിടാൻ നമുക്ക് എന്തേ പ്രയാസമായത്? അല്ല പറഞ്ഞു, ജനങ്ങളുടെ കാര്യം വല്ലാത്തൊരവസ്ഥ തന്നെ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, അവർ ദുനിയാവിന്റെ സുഖങ്ങളും ദുനിയാവിന്റെ സൗകര്യങ്ങളൊക്കെ അവർ നന്നായി അറിയുന്നു. ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നു. വഹും അനിൽ ആഖിറതി ഹുമുൽ ഗാഫിലൂൻ, പരലോകത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധവാന്മാരാണ്. ദുനിയാവ് 8 തെറ്റ് പഠിപ്പിക്കാൻ വിടാണ്. എന്നാൽ ആഴം കാണാത്ത, അറ്റം കാണാത്ത പരലോകത്തിന്റെ അതിലേക്കുള്ള വിഭവമായ മദ്രസയുടെ വിഷയത്തിൽ അത് ഗൗരവമില്ല. മദ്രസക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ തന്നെ 1 ദിവസമോ 2 ദിവസമോ ലീവാകണതിന് പ്രശ്നമില്ല. ഉമ്മ പോയാൽ കുട്ടിക്ക് മദ്രസ ലീവ്, സ്കൂൾ ലീവാകാൻ പറ്റൂല. സ്കൂളിൽ ലീവാകാൻ പറ്റൂല. മദ്രസയിലെ കുട്ടിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഖുർആനുണ്ട്, തജ്വീദ് ഉണ്ട്, അഖീദുണ്ട്, അഖ്ലാഖുണ്ട്, ഫിഖ് ഉണ്ട്. അത് എന്തൊക്കെയായി, എത്ര എടുത്തു, ഏത് പാടാണുള്ളത്, അത് ഇപ്പൊ എന്തൊക്കെ എനിക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെ എഴുതാൻ ഉസ്താദ് പറഞ്ഞു, ഒരു ചോദ്യമില്ല. നല്ല സ്കൂളത്ത് കൃത്യമായി ചോദിക്കും. കുട്ടി എന്ത് മനസ്സിലാക്കണം? എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, സ്കൂൾ വിഷയത്തിൽ കുട്ടിയുടെ ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും ഭൗതിക വിഷയങ്ങളും കൃത്യമായി നമ്മൾ ചോദിക്കുന്ന, നമ്മൾ മദ്രസ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നില്ലെങ്കിൽ കുട്ടി എന്ത് മനസ്സിലാക്കും? ഇത് പേരിനുള്ളൊരു സംവിധാനമാണ്. നാട്ടുകാർ ചോദിക്കും, നമ്മളെ നാട്ടിലെ ശാഖക്കാർ ചോദിക്കും, കുട്ടി മദ്രസക്ക് പോകുന്നുണ്ടെന്ന് പറയാൻ മാത്രമുള്ള സംവിധാനം. കുട്ടി മനസ്സിലാക്കുന്നു, അത്രയേ ഉള്ളൂ മദ്രസ. കാരണം സ്കൂൾ ലീവാകാൻ അനുവദിക്കുന്നില്ല, മദ്രസ ലീവാകുന്നതിന് പ്രശ്നമില്ല. സ്കൂളിലേക്ക് കൃത്യമായി സമയം തെറ്റാതെ 10 മണിക്ക് തുടങ്ങുന്ന സ്കൂളാണെങ്കിൽ അത് 9:45 തന്നെ 9:30 തന്നെ കുട്ടി അവിടെ എത്തി എന്നുള്ള മാതാപിതാക്കൾ ഉറപ്പുവരുത്തുന്നു. പക്ഷേ 7 മണിക്ക് തുടങ്ങുന്ന, 6:30 തുടങ്ങുന്ന മദ്രസ അത് അരമണിക്കൂർ ലേറ്റായ കുട്ടെത്തുന്നത്, സ്ഥിരമായി എത്തുന്നത് പ്രശ്നമില്ല. 6:45 7 മണിക്ക് തുടങ്ങുന്ന മദ്രസ തന്നെ കിതാബിലുള്ളത്, രേഖയിലുള്ളത്, നിയമത്തിലുള്ളത് 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയാണ്. പക്ഷെ കൃത്യമായി എന്നും മദ്രസനെ തുടങ്ങി 7:15. കാരണം ഉസ്താമാരൊക്കെ എത്തിയിരുന്ന, കുട്ടികളാരും എത്തുന്നില്ല. പിന്നെ ആരെയും പഠിപ്പിക്കുക ബെഞ്ചിൻ ഡെസ്കിന്? 1 2 3 4 കുട്ടികളല്ല. 7:15 7:00 എന്റെ കുട്ടികൾ എത്തിയിട്ടില്ല. ആരെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാകുമ്പോൾ ഉസ്താദുമാരും എത്തുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വരുന്നത്?
ഈ ഒരു അവസ്ഥയിലേക്ക് മദ്രസ പോയിട്ടുണ്ട് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. മദ്രസയിൽ പോകുന്ന കുട്ടികൾ തന്നെ സ്കൂളിലേക്കുള്ള ബസ് വരുന്നു, അല്ലെങ്കിൽ അതിനുള്ള വാഹനം വരുന്ന, അതുകൊണ്ട് തന്നെ മദ്രസയിൽ അവസാനത്തെ പീരീഡ് കുട്ടിക്കില്ല. അവസാനത്തെ പീരീഡ് ഖുർആനെങ്കിൽ കുട്ടിക്ക് ഖുർആൻ ഓത്തുന്നില്ല. അഖീദയെങ്കിൽ അഖീദ എന്താന്ന് തിരിയണില്ല. ഫിഖിന്റെ പീരീഡ് അവസാനത്തെ പീരീഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഫിഖ് എന്താണെന്ന് അറിയില്ല. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിത്തിൽ ചൊല്ലിപ്പറയേണ്ടത് എന്ന് നമ്മുടെ മക്കൾക്ക് അറിയില്ല. കാരണം അപ്പോൾ തന്നെ സ്കൂളിലേക്കുള്ള വാഹനം വന്നു. ദുനിയാവിന്റെ നിസ്സാരമായ കാര്യങ്ങൾ പോലും കൃത്യമായി പഠിക്കുന്നു, പഠിച്ചെടുക്കുന്നു. അല്ലേ? അതാണ് അല്ലാഹു പറഞ്ഞു, യഅലമൂന അല്ലാഹിറ മിനൽ ഹയാത്തി ദുനിയ. സൂറത്തുർ റൂമിന്റെ തുടക്കത്തിലുള്ള ആയത്തുകളാണ്. വല്ലാത്ത ആയത്താണത്. പരലോകത്തിന്റെ വിഷയത്തിൽ അവർക്ക് നിസ്സാരമാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത് പലപ്പോഴും ഉസ്താദുമാര് പരാതി പറയുന്നു, പല്ലുകൂടി തേക്കൂല. സ്കൂളില്ലാത്ത ദിവസമാണ് മദ്രസയെങ്കിൽ കുളിപ്പിക്കൂല, നല്ലൊരു വസ്ത്രം ധരിപ്പിക്കൂല, പല്ലുപോലും തേക്കൂല, ഒരു കട്ടൻ ചായ പോലും കുട്ടികൾക്ക് കൊടുക്കാതെ വിടുന്നു. എന്നിട്ട് കുട്ടികളെ ഇടങ്ങാറ്. നേരം സ്കൂളിൽ ദിവസമാണെങ്കിൽ മദ്രസക്ക് ഇവിടുന്ന് കൃത്യമായി എല്ലാം ഇട്ട് യൂണിഫോം ഇട്ട് കുളിപ്പിച്ച് പറഞ്ഞേക്കുന്നു. അനുഭവങ്ങളാണ്. ഒരു ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ മൂത്രം മണക്കുന്ന രീതിയിൽ കുട്ടികൾ വരുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, 1ാം ക്ലാസ് കുട്ടികൾ. അപ്പൊ അതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ ഇത് അനുഭവങ്ങളാണ്. മദ്രസയുടെ വിഷയത്തിൽ, കുട്ടികൾക്ക് മതം പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മക്കളും പേരക്കുട്ടികളും രാവിലെ കൃത്യമായി എല്ലാ ദിവസവും മദ്രസയിൽ പോകട്ടെ. അതൊരു ഡെയിലി മദ്രസക്ക്, അതൊരു വീക്കെൻഡ് മദ്രസക്ക് കാത്തിക്കണ്ട. ചില ആൾക്കാരുണ്ട്, സ്കൂളിൽ മദ്രസ ഉണ്ടല്ലോ, സ്കൂളിൽ മതവിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ന്യായീകരിക്കുന്ന ആളുകൾ. ആ സ്കൂളിലെ മദ്രസന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയോ? ഞാൻ എല്ലാ സ്കൂളുകളെ കുറിച്ചല്ല പറയണത്. അത് അഡ്മിഷൻ കിട്ടാനുള്ളൊരു മറയാണ്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. എല്ലാ സ്കൂളിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അഡ്മിഷൻ കിട്ടാനുള്ള ഒരു മറ. 7 പീരീഡുകൾക്കിടയിൽ ഒരു പീരീഡ് എങ്ങാനും കിട്ടി. അതന്നെ ആ പീരീഡ് കുട്ടിയേക്കാരാ. ഇത് മതപഠനത്തിന്റെ പീരീഡാണ്, അതുകൊണ്ട് അത്ര വിലയുള്ളൂ എന്നുള്ളത് ആ അധ്യാപകനും അറിയാം, കുട്ടിയേക്കാരെ മറ്റേ അധ്യാപകർക്കും അറിയാം. അതുകൊണ്ട് ഭൗതിക പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ ഭൗതിക വിഷയം തീർന്നിട്ടില്ലെങ്കിൽ, ഫിസിക്സ് തീർന്നിട്ടില്ലെങ്കിൽ, ഖുർആന്റെ അധ്യാപകനോട് ഫിസിക്സിന്റെ മാഷ് പറയും, നിങ്ങളെ ഈ 6ാമത്തെ പീരീഡ് എനിക്ക് വേണം കേട്ടോ, കാരണം നിങ്ങളത് ഖുർആനല്ലേ, എന്റെ ഫിസിക്സ് ആണ്. നിങ്ങളെ ഫിഖിന്റെ ആ പീരീഡ് എനിക്ക് വേണം കേട്ടോ എന്ന് മറ്റേ ടീച്ചർ പറഞ്ഞേക്കും. കാരണം ഇവിടുത്തെ പോർഷൻ തീർന്നിട്ടില്ല. കാരണം എല്ലാവർക്കും മാറ്റി ഇല്ലാതാക്കാനും ഒഴിവാക്കാനും കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റിയ സാധനമാണ് മദ്രസയിൽ ആ ഒരു മത ഭൗതിക വിഷയത്തിന്റെ പീരീഡ്. അതാണ് അവിടുത്തെ കോലം. എന്നാൽ കൃത്യമായി കൊണ്ടുപോകുന്നവരുണ്ട്, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായി മദ്രസയിൽ മതപഠനം കൊണ്ടുപോകും. പക്ഷെ അതല്ല സഹോദരന്മാരെ നമുക്ക് വേണ്ടത്. നമുക്ക് കൃത്യമായി നമ്മുടെ കുട്ടി മദ്രസയിൽ പോകട്ടെ, നമ്മുടെ മദ്രസയിൽ പോകട്ടെ. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വരണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ, പല സ്കൂളുകളിൽ മദ്രസയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ആ മദ്രസകളിൽ പലപ്പോഴും സലഫി അഖീദ അല്ല പഠിപ്പിക്കുന്നത്. മുജാഹിദുകളുടെ സലഫികളുടെ അഖീദ അല്ല പഠിപ്പിക്കുന്നത്. അവിടുത്തെ അവരുടെ നമസ്കാരമല്ല പഠിപ്പിക്കുന്നത്. അതൊന്നും നമ്മൾ നോക്കണില്ല. നമുക്ക് എന്തുണ്ടായമേ, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായമേ. CBSE ആണോ, ഇന്നതാണ് മദ്രസ ഏതാന്നുള്ള പ്രശ്നമില്ല. പേരിന് നാട്ടേരി ചോദിക്കുമ്പോൾ എന്റെ കുട്ടിക്ക് അവിടെ മദ്രസ ഉണ്ട്, എന്തെങ്കിലും കുട്ടി ഇവിടെ മദ്രസ പോകത്ത്, അത് സ്കൂളിൽ മദ്രസ ഉണ്ട്. ഏതാണ് ആ സിലബസ്? ആരുടെ സിലബസാണ്? KNM-ന്റേതാണോ, വിസ്ഡത്തിൻ്റെതാണോ, ഇന്നതിരേടെന്ന്? ഇത് ചിലപ്പോൾ മറ്റേതെങ്കിലും PH കക്ഷികളുടേതാകാം, പഠിക്കുന്ന ആളുകളുടേതാകാം. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. ഭൗതിക വിദ്യാഭ്യാസം കൃത്യമായിരിക്കണം. സഹോദരന്മാരെ, ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് സഹോദരന്മാരെ. പലപ്പോഴും നമ്മുടെ ആദർശക്കാരുടേത് പോലും അല്ലാത്ത സിലബസുകളാണ് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ നിന്നും പഠിക്കുന്നത്, സ്കൂളിലെ മദ്രസയിൽ നിന്നും പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, പലപ്പോഴും നമ്മൾ മദ്രസയിൽ വിട്ടു, ഈ പറഞ്ഞ രീതിയിൽ തന്നെ മദ്രസയിൽ നമ്മൾ വിടുന്നു, മദ്രസ പഠനം കൃത്യമായി കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത തീരുന്നില്ല. അതുകൊണ്ട് തീരുന്നുണ്ടോ നമ്മുടെ ബാധ്യത? കുട്ടികളെ മദ്രസക്ക് വിട്ടു, കൃത്യമായി എല്ലാ ദിവസവും രാവിലെ മദ്രസയിൽ വിട്ട് 3 പീരീഡ് കുട്ടി മദ്രസ പഠിച്ചിട്ട് അതാണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മളെ കുട്ടിയെ വളർത്തി എന്നുള്ളത് മാത്രം നമ്മുടെ ഉത്തരവാദിത്വം തീരുമോ സഹോദരന്മാരെ? ഇല്ല. ആ മദ്രസയിൽ നിന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട തലമാണ് കുട്ടികളുടെ വീടും കുട്ടിയുടെ മറ്റുള്ള ജീവിത രംഗങ്ങളും. മദ്രസന്ന് എന്തുണ്ടാവുള്ളൂ? മദ്രസന്ന് എന്താണെന്ന് നിയമങ്ങളെ പഠിപ്പിക്കുള്ളൂ. അത് പ്രാക്ടിക്കലാക്കേണ്ടത് എവിടെയാണ്? അപ്പൊ മദ്രസയിൽ നിന്നും ഒരു ഇസ്ലാമികമായ ആൺകുട്ടിയുടെ വസ്ത്രധാരണ മദ്രസയിൽ പഠിപ്പിക്കും. അത് അപ്ലിക്കേഷൻ ലെവലിൽ വീട്ടിലെ കൊണ്ടുവരേണ്ടത്.
ഒരു പെൺകുട്ടി ധരിക്കേണ്ട, ഒരു ആൺകുട്ടി ധരിക്കേണ്ട പിന്നെ ഇസ്ലാമികമായ ഡ്രസ് കോഡ് എന്താണെന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും, മൗലവി പഠിപ്പിച്ചു കൊടുക്കും. അത് പ്രായോഗികവൽക്കരിക്കേണ്ടത് എവിടുന്ന? വീട്ടിൽ നിന്നാണ്. അവിടെ കുട്ടിക്ക് ഇസ്ലാമല്ലാത്ത വസ്ത്രങ്ങൾ ഉമ്മ വാങ്ങിച്ചു കൊടുക്കുന്നു, ഉപ്പ വാങ്ങിച്ചു കൊടുക്കുന്നു, ഉമ്മ ധരിക്കുന്നു, ഇത്താത്ത ധരിക്കുന്നു. കുട്ടി എന്താ പഠിക്കുന്നത്? ഇസ്ലാമികമായ മുഖവും മുൻകൈയും ഒക്കെ പിന്നെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറക്കണം, ലൂസുള്ള ഡ്രസ്സ് ധരിക്കണം, ഓപ്പൺ ചുരിദാർ ഇടാൻ പാടില്ല, ലെഗിൻസ് ഇടാൻ പാടില്ല, തുട കാണുന്ന രീതിയിൽ ഇടാൻ പാടില്ല, നെരിയാണിക്കതായ വസ്ത്രം ആൺകുട്ടികൾക്ക് പോകാൻ പാടില്ല എന്നൊക്കെ കുട്ടി പഠിക്കുന്നു. കുട്ടി പരിയുന്ന് വാപ്പാന്റെ കാണുന്ന നെരിയാണിക്കതായ വസ്ത്രം, ഉമ്മാന്റെ കാണുന്ന ഉമ്മ എല്ലാ ആളുകളെയും കാണിക്കുന്ന രീതിയിൽ ലിപ്സ്റ്റിക് ഇട്ട് പോകുന്ന ഉമ്മ, പെങ്ങന്മാര്, ഇത്താത്തമാര്. കുട്ടി എന്ത് മനസ്സിലാക്കണം? കുട്ടിയെ കളവ് പഠിപ്പിക്കുകയാണ്, ചടി പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മ്യൂസിക്കും ആഭാസങ്ങളും തോന്നിവാസങ്ങളും സിനിമയും സീരിയലുകളും ഹറാമുകളും കാണാൻ പാടില്ല എന്ന് ഉസ്താദ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഇതിന്റെ മൂത്താപ്പാരാണ് വീട്, വാപ്പിയും അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ കുട്ടി എന്ത് മനസ്സിലാക്കണം? കളവ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ കളവിന്റെ ആശാന്മാരാണ്. ഇതിന്ന് സഹോദരന്മാർ, ഇത് കേവലം ഒരു വെറും പണിയാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഇതിന് നമ്മൾ കാരണക്കാരാകുന്നു. അതുകൊണ്ട് മദ്രസയിലേക്ക് വിട്ടുകൊണ്ട് ചില ആളുകളൊക്കെ മനസ്സിലാക്കും, എന്തപ്പോ ഈ മൗലവി പറയുന്നത്, എന്റെ കുട്ടീനൊക്കെ മദ്രസയിലിട്ടില്ല, ഇപ്പൊ എന്റെ കുട്ടീന്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് അവരില്ല മദ്രസയിലിട്ടത്. ആ നിലക്ക് മദ്രസ വിട്ടിട്ട് കാര്യമില്ല. ഒരു ഉത്തരവാദിത്വം തീർക്കൽ മദ്രസ, അത് ഡെയിലി മദ്രസ ആയാലും കാര്യമില്ല, പിന്നെ സൺഡേ മദ്രസ ആയാലും കാര്യമില്ല. കുട്ടിയുടെ ഉത്തരവാദിത്വം നമ്മളെ ഏറ്റെടുക്കണം. എവിടെ തെളിവ്? ഇസ്ലാമിലെ തെളിവുള്ളത്. കുട്ടിക്ക് നമ്മൾ മതം പഠിപ്പിച്ചു കൊടുക്കണം, മദ്രസന്ന് പഠിപ്പിക്കണം, ഇവിടുന്ന് അപ്ലൈ ചെയ്യണം, നമ്മൾ മതപരമായി നടക്കണം. ഹറാമും തോന്നിയാസം കേൾക്കുന്ന സിനിമയും സീരിയലും റീൽസും കാണുന്നത് നമ്മൾ ഒഴിവാക്കണം. കുട്ടികൾ എപ്പോഴെങ്കിലും കണ്ടെന്ന് വരും, പക്ഷെ നമ്മളത് കണ്ടിരുന്നാലോ? നമ്മൾ ഹറാമും തോന്നിവാസം മ്യൂസിക് പാട്ടും അതേപോലെ തന്നെ ഡ്രസ് കോഡ് ശരിയാക്കാതെ കൃത്യമായി നിസ്കാരല്ലേ ഉമ്മാക്ക്, കൃത്യമായി നിസ്കാരല്ലേ വാപ്പാക്ക്, എന്നിട്ട് കുട്ടീനോട് നിസ്കരിക്കാൻ പറയാം. അതെല്ലാം സംസ്കാരം സഹോദരന്മാരെ. നമ്മൾ മുമ്പിൽ നിൽക്കണം. നമ്മൾ കുട്ടികൾ നമ്മളെ ശരിക്ക് പിന്നെ അവർ വായിച്ചെടുക്കുന്ന പിന്നെ കണ്ണാടിയാണ്. കുട്ടികൾ നോക്കുന്നത്, മുഖം നോക്കുന്ന കണ്ണാടിയാണ് മാതാപിതാക്കൾ. അവരെങ്ങനെയാണോ അതുപോലെയാണ് അവർ ജീവിക്കുള്ളൂ. മദ്രസന്ന് കുറെ തിയറി പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതാണ് നമ്മൾ പ്രവാചകന്മാരിൽ കണ്ടത്. വവസ്സാ ബിഹാ ഇബ്രാഹീമു വയഅഖൂബു ബനീ ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. നിങ്ങൾ മുസ്ലിമുകളായിക്കൊണ്ടാണ് മരിക്കേണ്ടത്. ദീനിന്റെ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ യാക്കൂബ് നബിയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദീന്. അതേപോലെ തന്നെ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഓരോന്നും പറഞ്ഞു കൊടുക്കുക. ശിർക്കുമെന്ന് തുടങ്ങി നിസ്കാരത്തിലൂടെ പോയി ജനങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് പഠിപ്പിച്ചു. ഒരു തെറ്റ്, യാബുനയ്യ ഇന്നഹ ഇൻതകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബി അല്ലാഹ്. മോനെ, ഒരു തെറ്റ് അള്ളാന്റെ മുറാഖബത്ത് പഠിപ്പിച്ചു. അള്ളാഹു കാണുന്നുണ്ടോ എന്നുള്ളത് പഠിപ്പിക്കുന്നു. കൃത്യമായി പഠിപ്പിക്കണം. അള്ളാന്റെ നോട്ടത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് കൃത്യമായി മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ കുട്ടികൾക്ക് വിളിച്ച് യാ ഗുലാം, മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചെടുക്കാം, പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാനെ സൂക്ഷിക്കണം, അപ്പൊ അള്ളാഹ് നിന്നെയും നോക്കും കേട്ട മോനെ. അതുകൊണ്ട് അള്ളാഹിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര പ്രവാചകന്മാരുടെ ചരിത്രമാണ് സഹോദരന്മാരെ. കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കുന്നു. ഉമർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, കുട്ടികളെ നമസ്കാരിക്കുന്ന ആളുകളാക്കാൻ നന്നായി ക്ഷമിക്കേണ്ടതുണ്ട്. ഇതെന്താണ്? ഇത് മദ്രസയിൽ നിന്നും കുട്ടി പഠിച്ച സംഗതി ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് തൃപ്തിപ്പാക്കുക. അപ്പൊ മദ്രസയിൽ വിട്ടു എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായിട്ടില്ല, നമ്മളെല്ലാം നേടിയെന്ന് വിചാരിക്കണം. അതുകൊണ്ട് ആ ഒരു സംസ്കാരത്തിലേക്ക് സഹോദരന്മാരെ നമ്മളെല്ലാവരും എത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുട്ടികളെ മതം പഠിപ്പിക്കലും അതിനുള്ളൊരു സംവിധാനമാണ് മദ്രസ എന്നും ആ പഠിച്ച സംഗതികൾ കുട്ടികൾ പ്രാവർത്തികമാക്കാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ സഹായിക്കേണ്ടതുണ്ട് എന്നും നമ്മൾ സൂചിപ്പിച്ചു.
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നോക്കൂ, നിങ്ങൾ ഖുർആൻ അങ്ങ് തുറന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളാണ് എമ്പാടും നിറഞ്ഞു നിൽക്കുന്നത്. നോക്കൂ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് മുഅ്മിനീങ്ങളോട് മുഴുവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ അടിമകളായ, അല്ലാഹുവിന്റെ പരമകാരുണ്യകനായ മുത്തഖികളായ അടിമകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ. പടച്ചോനെ, മക്കളിലും ഇണതുണകളിലും നീ കൺകുളിർമ തരണേ, മുഅ്മിനീങ്ങൾക്ക് അവരെ നീ ഇമാമാക്കണേ. സഹോദരന്മാരെ, ഒരു സമയത്തും നമ്മളങ്ങ് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കാൻ തിരിയുന്ന ഒരു സമയത്തും നഷ്ടപ്പെടാത്ത പ്രാർത്ഥനയായിരിക്കണം ഇത്. ഇല്ലെങ്കിൽ കിട്ടൂല സഹോദരൻ. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പടച്ചോൻ തരണം തൗഫീഖുള്ള മക്കളെ, പടച്ചോൻ തരണം ദീനുള്ള മക്കളെ. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്നും പടച്ചറബേ കാത്തു രക്ഷിക്കണമേ. എന്താണ് ഇപ്പൊ പ്രാർത്ഥന? തൗഹീദുള്ള മക്കളാക്കണേ. എന്റെ മക്കൾക്ക് പടച്ചോനെ ശിർക്കുമായി ബന്ധമില്ലാത്തവരാക്കണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ? പടച്ചോനെ എന്റെ മക്കൾക്ക് തൗഹീദുള്ളവരാക്കണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വിഗ്രഹാരാധനയിൽ നിന്നും എന്റെ മക്കളെയും എന്നെയും തടുത്തു നിർത്തണമേ. അടുത്ത പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചോനെ, എന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്നെയും എന്റെ കുട്ടികളെയും നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ. അടുത്ത പ്രാർത്ഥന ആർദാ? ഇബ്രാഹിം നബിയുടെ. എന്റെ കുട്ടികളെ ഇങ്ങനെ നിസ്കരിക്കണ ആളാക്ക്. നിസ്കരിച്ചാൽ എന്താ? നിസ്കരിച്ചാൽ ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. നിസ്കാരം എല്ലാവിധ തോന്നി ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഒക്കെ ഇതുകൊണ്ട് ഫിൽട്ടറാവും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സഹോദരന്മാര് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. നോക്ക് നിങ്ങൾ, വീണ്ടും പ്രാർത്ഥിക്കണം, റബ്ബന ജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. പടച്ചോനെ, ഞങ്ങളെ എന്റെ മക്കളെ നിനക്ക് കീഴ്പ്പെടുന്ന, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാക്കണേ, മുസ്ലിമീങ്ങളാക്കണേ. അടുത്ത പ്രാർത്ഥനയാണ്, ഞങ്ങളൊക്കെ യഥാർത്ഥ പേരുകൊണ്ട് മാപ്പിളയല്ല, ഇസ്ലാം മുസ്ലിം മാപ്പിള OBC അല്ല, നിനക്ക് കീഴ്പ്പെടുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളാക്കണേ. ജക്കരിയ നബി കുട്ടിയില്ലാതെ പ്രാർത്ഥിച്ചപ്പോ തന്നെ കുട്ടി ഉണ്ടാകുമ്പോ എങ്ങനത്തെ കുട്ടിയാണ്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബതൻ. പടച്ചോനെ, നല്ല സന്താനത്തെ തരണേ. സന്താനത്തെ തരണേന്നല്ല, നല്ല സന്താനത്തെ തരണേ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി കുട്ടിയില്ലാതെ പ്രാർത്ഥിച്ചു, പടച്ചോനെ സ്വാലിഹീങ്ങളിൽപ്പെട്ട കുട്ടിയെ തരണേ. ഇല്ലെങ്കിൽ കൊടുങ്ങും സഹോദരന്മാരെ, ഇല്ലെങ്കിൽ കൊടുങ്ങും, യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണെങ്കിലോ, ഈ പറയപ്പെട്ട രീതിയിൽ മക്കളായി കഴിഞ്ഞാലോ നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ. റസൂലുള്ളാഹി പറഞ്ഞാലോ, ഒരാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനക്കയറ്റം. അയാൾ ചോദിക്കും, പടച്ചോനെ എങ്ങനെ എനിക്ക് കിട്ടിയത്? അയാളോട് അള്ളാഹു പറയും, എന്ത്? നിനക്ക് നിന്റെ മകന്റെ ഇസ്തിഗ്ഫാർ ഉണ്ടായിരുന്നു. അഥവാ വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. വാപ്പ ജീവിച്ചിരിക്കുമ്പോഴും വാപ്പാന്റെ മരണശേഷം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ, അത് വല്ലാത്തൊരു സമ്പത്താണ്, വല്ലാത്തൊരു അനുഗ്രഹമാണത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെന്ത് ചെയ്യണം? മക്കളങ്ങനെ വളർത്തണം. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ കേൾക്കെ പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. നിസ്കാരത്തിന് ശേഷം അവർ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്ന അവർ കേൾക്കണം. നിസ്കാരത്തിന് ശേഷം വാപ്പാക്കും ഉമ്മാക്കും വല്യാപ്പാക്കും വല്യമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് അവരോട് ചോദിക്കണം. അപ്പൊ അതൊരു സംസ്കാരമായി മാറും. അല്ലാതെ നമ്മൾ തന്നെ നിസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആ ഇല്ലാതെ നേരെ മൊബൈലും ഒക്കെ ഓടിയാലോ അത് മറ്റൊരു സംസ്കാരമായി മാറും. രണ്ടും സംസ്കാരം തന്നെയാണ്, ഒന്ന് ജൂതന്റെ സംസ്കാരമാണെന്ന് മാത്രം. അപ്പൊ സഹോദരന്മാരെ, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാം അവന് കിട്ടേണ്ട പ്രോഫിറ്റ് ഒക്കെ തീർന്നു, മൂന്നെണ്ണം ഒഴികെ. അതിൽ പറഞ്ഞ എന്താണ്? വലതും സാലിഹുൻ യദൂലു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സന്താനം, അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ മാതാപിതാക്കളുടെ കബറിലേക്ക്. വല്ലാത്തൊരു അനുഗ്രഹമല്ലേ? നമ്മൾ മരിച്ചുപോയാലും നമുക്കിങ്ങനെ കിട്ടുകയാണ് എന്ത്? സ്വർഗീയ അനുഭൂതികൾ. നമ്മുടെ അമലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൻ നിസ്കരിക്കണം, നമുക്ക് കിട്ടുന്നുണ്ട്, ഓനക്ക് കിട്ടുന്നുണ്ട്. അവൾ നിസ്കരിക്കുന്നത് അവർക്ക് കുറയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരികയാണ്, നമ്മുടെ ആവനായിലേക്കാണ്, നമ്മുടെ പിന്നെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. എത്ര വലിയ, ഇതിനേക്കാൾ വലിയ ഭാഗ്യമേതാ? അതുകൊണ്ട് സഹോദരന്മാരെ, മക്കൾക്ക് നമ്മൾ മദ്രസ പഠനം നന്നായി കൊടുക്കണം. രാവിലെ നമ്മുടെ മക്കൾ മദ്രസയിൽ പോകട്ടെ, എന്നിട്ട് പോയാൽ മതി നമ്മുടെ സ്കൂളിലേക്ക്, ഒന്നും നഷ്ടപ്പെടൂല.
അതിന്റെ പേരിൽ ദുനിയാവ് നഷ്ടപ്പെടൂല, ഉറപ്പാണ്. ബറക്കത്ത് ദിമിലാക്ക് എടുക്കുന്നത്. ഇല്ലെങ്കിലോ സഹോദരന്മാരെ, ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ആ നഷ്ടം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലേ? എന്നിട്ട് ഇതൊക്കെ ആയിട്ടും ഈ ഒരു നഷ്ടത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് അല്ല വ്യക്തമായി പഠിപ്പിച്ചാണ് മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ തെർബിയത്ത് കൊടുക്കും. പ്രവാചകന്മാരിലൂടെയാണ് അന്ന് പഠിപ്പിച്ചത്. അവരുടെ മക്കളെ അവർ നോക്കിയതും തെർബിയത്ത് കൊടുത്തും അള്ളാഹു പഠിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണിത്, നിസ്സാര കാര്യമല്ല. അപ്പൊ ഇനി അധ്യയന വർഷം തുടങ്ങണം. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മദ്രസ നഷ്ടപ്പെടാത്ത സ്കൂളായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ നല്ല സംസ്കാരമുള്ള സ്കൂളായിരിക്കണം, മാന്യമായ യൂണിഫോമുള്ള സ്കൂളുകളായിരിക്കണം. ആഭാസങ്ങളും തോന്നിവാസികളും DJ പാർട്ടികളും എല്ലാം അനുവദിക്കുന്ന അധ്യാപകന്മാരുള്ള സ്കൂൾ ആയിരിക്കരുത്. എനിക്ക് ഇതുപോലെ ദുനിയാവും ആഖിറവും സമ്പുഷ്ടമാകണം. മക്കളെ കൊണ്ട് എനിക്ക് സ്വർഗീയ ആരാമങ്ങളിൽ ജീവിക്കണം. ഞാൻ അത്ര വലിയ അമലൊന്നും ചെയ്തിട്ടില്ല. മക്കളെ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടണം, നരകത്തിൽ നിന്ന് കാക്കണം, എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത നമുക്ക് വേണം. അതാണ് പരലോകത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥത. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله